നമസ്കാരം. മതിൽ കെട്ടുമ്പോൾ മതിലിന് എത്ര ഉയരം വരെ ആകാം എന്നൊരു ചോദ്യം മിക്കവരും ചോദിക്കാറുണ്ട്. സാധാരണ സന്ദർഭങ്ങളിൽ ഈ ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം നമ്മൾ വീട് വയ്ക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ മതിൽ കെട്ടുന്നതിനുള്ള ഫീസ് കൂടി ഒടുക്കിയാണ് പെർമിറ്റ് എടുക്കുന്നത്. അതനുസരിച്ച് വീട് പണിയോടൊപ്പം മതിൽ പണിയുകയാണ് ചെയ്യുന്നത്. മതിലിന് സാധാരണഗതിയിൽ 4 അടി മുതൽ 6 അടി വരെയാണ് ഉയരം. ഇക്കാലത്ത് മതിൽ വളരെ സൗന്ദര്യാത്മകമായാണ് കെട്ടാറുള്ളത്. ചിലർ വാസ്തുശാസ്ത്രം പോലും നോക്കിയാണ് മതിൽ നിർമ്മിക്കുന്നത്. വാസ്തുശാസ്ത്രം അനുസരിച്ച് മതിലിന് 6 അടി കവിയാൻ പാടില്ല എന്ന് പറയുന്നു. നിരപ്പായ പ്രദേശങ്ങളിൽ 6 അടിക്കുമേൽ ഉയരത്തിൽ മതിൽ പടുക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ അയൽക്കാരുടെ പരാതിക്ക് ഇട നൽകിയേക്കാം. അങ്ങനെ പണിയേണ്ടി വന്നാൽ നമുക്ക് 6 അടി കഴിഞ്ഞു വരുന്ന ഭാഗത്ത് കമ്പി ഗ്രിൽ കൊണ്ട് തുടർന്ന് പണിയാം. അങ്ങനെ മതിലിൻ്റെ ഉയരം വർദ്ധിപ്പിച്ചാൽ അയൽക്കാരന് പരാതി ഉണ്ടാകാൻ വഴിയില്ല. അപ്പോൾ കരുതും അയൽക്കാരൻ്റെ പരാതി മതിലിൻ്റെ ഉയരം കൂടുന്നതുകൊണ്ടല്ല, മറിച്ച് അയാളുടെ കാഴ്ച മറയുന്നതുകൊണ്ടാണെന്ന്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, അയൽക്കാരന് നമ്മുടെ വീട്ടിൽ എന്താണ് ഇത്ര കാണാനിരിക്കുന്നതെന്ന്. നമ്മുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കാനല്ലേ അയൽക്കാരൻ മതിലിന് ഉയരം പാടില്ല എന്ന് പറയുന്നത്. ഇതിലെ നിയമപരമായ ശരിയും തെറ്റും എന്താണെന്ന് നോക്കാം. ദിസ് ഈസ് ലീഗൽ പ്രിസം, ലോ മേഡ് ഈസി. നമ്മൾ ആദ്യം നോക്കുന്നത് മതിൽ പണിയുമ്പോൾ പാലിക്കേണ്ട ഉയരത്തെക്കുറിച്ച് പഞ്ചായത്ത് ബിൽഡിംഗ് റൂളിലും മുനിസിപ്പൽ ബിൽഡിംഗ് റൂളിലും എന്താണ് പറയുന്നതെന്നാണ്. അവിടെ പറയുന്നത് ഓരോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും കെട്ടിടത്തിന് ചുറ്റും തുറന്ന പ്രദേശങ്ങൾ നിലനിർത്തണമെന്ന് മാത്രമാണ്. അതിർത്തി രേഖയിൽ നിന്ന് എത്ര അകലം പാലിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താം എന്നു മാത്രമാണ്. അതിരിൽ നിന്നും പുറകിൽ 2 മീറ്റർ, വശങ്ങളിൽ 1 മീറ്റർ അല്ലെങ്കിൽ 1.2 മീറ്റർ, റോഡ് വരുന്ന ഭാഗത്ത് 3 മീറ്റർ എന്നിങ്ങനെ സാമാന്യമായി നിലനിർത്തേണ്ട തുറന്ന പ്രദേശങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ മതിൽ എത്ര ഉയരം വരെ കെട്ടാം എന്ന് മാത്രം പറയുന്നില്ല. എന്നാൽ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിൽ ഒഴിച്ചിടുന്ന തുറന്ന സ്ഥലം, വെളിച്ചം, വായു എന്നിവയുടെ ലഭ്യത ഉറപ്പുവരുത്താനാണ് എന്ന്. ഈ സ്ഥലം ശരിയായി വായുപ്രവാഹം ഉണ്ടാകുന്നതിനും മതിയായ നാച്ചുറൽ ലൈറ്റ് എല്ലായിടത്തും പതിക്കുന്നതിനും വേണ്ടി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒഴിപ്പിച്ചിട്ടുള്ളതാണ്. ഈ തുറസായ പ്രദേശങ്ങളിലാണ് നമ്മൾ മതിൽ കെട്ടുന്നത്. അവിടെ മതിലിൻ്റെ ഉദ്ദേശ്യമനുസരിച്ച് മാത്രമേ ഉയരം പാടുള്ളൂ എന്നാണ് നിയമം പറയുന്നത്. മതിലിൻ്റെ ഉദ്ദേശ്യം എന്താണ്? നമ്മുടെ പ്രോപ്പർട്ടിയുടെ അതിർത്തി കൃത്യമായി തിട്ടപ്പെടുത്തുന്നതിനാണ് മതിൽ കെട്ടുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നമ്മുടെ പ്രോപ്പർട്ടിയുടെ അതിർത്തി എവിടെ വരെ ഉണ്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുന്നതിനും ആ പ്രോപ്പർട്ടിയിലേക്ക് അവർ ട്രസ്പാസ് ചെയ്യാതിരിക്കുന്നതിനും വേണ്ടിയാണ് മതിൽ. ആ മതിലിനുള്ളിലേക്ക് അനധികൃതമായി പ്രവേശിക്കുന്നവരെ തുരത്തി ഓടിക്കാനുള്ള അവകാശം ഉടമസ്ഥനുണ്ട്. അപ്പോൾ മതിലിൻ്റെ ലക്ഷ്യം മതിലിനകത്ത് അനുവാദമില്ലാതെ പ്രവേശിക്കുന്നവരെ തിരിച്ചറിയുന്നതിനും തുരത്തുന്നതിനുമുള്ള അവകാശം വിനിയോഗിക്കുന്നതിനുമാണ് നമ്മൾ കോമ്പൗണ്ട് വാൾ കെട്ടുന്നത്. അനധികൃതമായി പ്രവേശിക്കുന്നത് മനുഷ്യരാകാം, ചിലപ്പോൾ മൃഗങ്ങളാകാം. അനധികൃതമായി പ്രവേശിക്കുന്നവരെ കണ്ടെത്തുക അല്ലെങ്കിൽ അനധികൃതമായി പ്രവേശിക്കുന്നതിൽ നിന്നും വിലക്കുക എന്നതാണ് മതിലിൻ്റെ ഉദ്ദേശ്യം. ഈ മതിൽ കെട്ടുന്നതിന് മുൻപ് അവിടെ തുറസായ സ്ഥലമായി കിടക്കുകയായിരുന്നു. അതിനെ നിയമം പറയുന്നത് നാച്ചുറൽ യൂസ് ഓഫ് ലാൻഡ് എന്നാണ്. അപ്പോൾ അയൽക്കാരൻ അവിടെ നിന്ന് ഇഷ്ടം പോലെ കാറ്റും വെളിച്ചവും കിട്ടിയിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഒരു സൗകര്യ അവകാശമായി മാറുകയായിരുന്നു. പ്രകൃതിദത്തമായ ആ കാറ്റും അതുപോലെ വെളിച്ചവും ആസ്വദിക്കാനുള്ള ഒരു അവകാശം അയാൾക്കുണ്ടായിരുന്നു. ആ അവകാശത്തെ തടയുന്ന രീതിയിൽ ഒരു മതിൽ കെട്ടാൻ പുതുതായി മതിൽ കെട്ടുന്നയാൾക്ക് അവകാശമില്ലാത്തതാണ്. നോൺ നാച്ചുറൽ യൂസ് ഓഫ് ലാൻഡ് എന്നാണ് നിയമം പറയുന്നത്. തീർത്തും അവകാശമില്ലെന്നല്ല, അയൽക്കാരൻ്റെ അവകാശത്തെ ഹനിക്കാതെ മതിൽ കെട്ടാനുള്ള അവകാശം വിനിയോഗിക്കാം. അവിടെ കാറ്റും വെളിച്ചവും ഉപയോഗിച്ച് വന്നിരുന്ന അയൽക്കാരന് ഡോമിനൻ്റ് ഹെറിറ്റേജും പുതുതായി മതിൽ കെട്ടാൻ വരുന്നയാൾക്ക് സെർവിയൻ്റ് ഹെറിറ്റേജുമാണ് നിയമത്തിൽ. എന്നിരുന്നാലും ന്യായമായ ഉയരത്തിൽ ഒരു മതിൽ കെട്ടാൻ പുതുതായി വന്നയാൾക്ക് അവകാശമുണ്ട് താനും. ഇവിടെ 2 പേരുടെ അവകാശങ്ങളിൽ അല്പം പോലും ദോഷം കലരാതെ 2 കൂട്ടരും വിൻ-വിന്നായി പ്രവർത്തിക്കുകയാണ് വേണ്ടത്. എന്നുവെച്ചാൽ ന്യായമായ ഉയരത്തിൽ കാറ്റും വെളിച്ചവും പരിപൂർണമായി തടയാതെ ഒരു മതിൽ കെട്ടുന്നത് നിയമം അംഗീകരിക്കുന്നതാണ്. എന്നാൽ
10 അടിയോ 15 അടിയോ ഉയരത്തിൽ മതിൽ കെട്ടുന്നതൊന്നും നിയമപരമല്ല. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ അയൽക്കാരൻ്റെ വെളിച്ചവും കാറ്റും ലഭിക്കാനുള്ള അവകാശത്തെ പരിപൂർണമായി മാനിച്ചുകൊണ്ടുകൂടി മാത്രമേ പുതിയ മതിൽ കെട്ടാൻ കഴിയൂ. പ്രകൃതിദത്തമായ ഉപയോഗത്തിൽ ആരാണോ മാറ്റം വരുത്തുന്നത് അയാളാണ് അതിന്മേലുണ്ടാകുന്ന എല്ലാ ഭവിഷ്യത്തുകൾക്കും ഉത്തരവാദി. ന്യായമായ ഉയരത്തിൽ കൂടുതൽ മതിൽ പടുക്കേണ്ടതുണ്ടെങ്കിൽ വായുവും വെളിച്ചവും ലഭിക്കാൻ അവകാശമുള്ള അയൽക്കാരൻ്റെ സമ്മതത്തോടുകൂടി 10 അടിയോ 15 അടിയോ ഉയരമുള്ള മതിൽ കെട്ടാൻ കഴിയും. അതും സമ്മതം നൽകുകയാണെങ്കിൽ മാത്രം. സമ്മതമില്ലെങ്കിൽ 6 അടി കഴിയുന്ന ഭാഗത്ത് ഇരുമ്പ് ഗ്രില്ലോ കമ്പി, നെറ്റ് ഇവ ഉപയോഗിച്ചോ കാറ്റും വെളിച്ചവും തടയാതെ മതിൽ ഉയരം കൂട്ടാവുന്നതാണ്. ഇതാണ് ശരിയായ രീതിയിലുള്ള മതിൽ നിർമ്മാണം. എന്നാൽ ഇങ്ങനെ ചെയ്യാതെ വളരെ ഉയരത്തിൽ മതിൽ കെട്ടി കാറ്റും വെളിച്ചവും തടയുകയാണെങ്കിൽ അതുവഴി സങ്കടം നേരിടുന്ന അയൽക്കാരന് സെക്ഷൻ 34 പ്രകാരം നീതി നിർവഹണ സംവിധാനത്തെ സമീപിക്കാൻ കഴിയും. അങ്ങനെ സമീപിച്ചാൽ ന്യായമല്ലാതെ നിർമ്മിച്ച മതിൽ പൊളിച്ച് ന്യായമായ രീതിയിൽ കെട്ടി സങ്കടം പരിഹരിക്കാൻ മതിൽ കെട്ടിയ ആൾ നിർബന്ധിതനാകും. അങ്ങനെ ചെയ്യാതിരിക്കുകയാണെങ്കിൽ സങ്കടം അനുഭവിക്കുന്ന ആളിന് മതിൽ പടുത്തതുവഴി ഒരു സബ്സ്റ്റാൻഷ്യൽ ഡാമേജ് ഉണ്ടായി എന്ന് കണ്ടെത്തുകയാണെങ്കിൽ അതിന് ന്യായമായ നഷ്ടപരിഹാരം ഉൾപ്പെടെ നൽകുന്നതിനുള്ള ബാധ്യത മതിൽ കെട്ടിയ ആൾക്ക് ഉണ്ടാകും. അയൽക്കാരൻ അനുഭവിച്ച മാനസിക ബുദ്ധിമുട്ടുകൾക്കുൾപ്പെടെ നഷ്ടപരിഹാരം നൽകേണ്ടതായി വന്നേക്കാം. ഈ നിയമത്തിൽ നഷ്ടപരിഹാരത്തെക്കാൾ ഉപരി മതിൽ പൊളിച്ച് വായു, വെളിച്ചം ഇവ പുനഃസ്ഥാപിക്കുകയാണ് പ്രധാനം. ഇത് ജവഹർ സിംഗ് വേഴ്സസ് സേവാ സിംഗ് തുടങ്ങിയ നിരവധി കേസുകളിൽ കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ഇങ്ങനെ സങ്കടം അനുഭവിക്കുന്ന ഒരാൾ 3 വർഷത്തിലധികം നിയമവേദിയെ സമീപിക്കാതെ ഇരിക്കുകയാണെങ്കിൽ അദ്ദേഹം ഉയരത്തിൽ മതിൽ പടുക്കുന്നതിന് സമ്മതം നൽകിയതായി നിയമം കണക്കാക്കും. പിന്നീട് ആക്ഷേപവുമായി നീതിന്യായ ഫോറങ്ങളിൽ പോകാൻ കഴിയില്ല. നിയമം അറിയില്ലായിരുന്നു, അതുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല എന്നൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ അവകാശങ്ങളെല്ലാം നിയമം പഠിക്കുന്നവർക്കുള്ളതാണ് എന്ന് മനസ്സിലായില്ലേ? ഇനി മറ്റൊരു ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. പാർട്ടി വാൾ എന്നൊരു കോൺസെപ്റ്റ് നിയമത്തിലുണ്ട്. എന്നുവെച്ചാൽ 2 അയൽക്കാർ ഷെയർ ചെയ്തുകൊണ്ട് മതിൽ കെട്ടുന്ന രീതി. നഗരപ്രദേശത്ത് പൊതുവെ പാർട്ടി വാൾ ആണ് മതിലായി ഉപയോഗിക്കുന്നത്. ഇവിടെ 2 പേരും ഒരുപോലെ തീരുമാനമെടുത്തുകൊണ്ട് മതിൽ നിർമ്മിക്കുന്നു. അവിടെ അവർ 2 പേരും മതിലിൻ്റെ ഓണേഴ്സ് ആയിരിക്കും. 2 പേരും കൂട്ടായി തീരുമാനമെടുത്താൽ മാത്രമേ മതിലിൽ ആൾട്രേഷൻസ് വരുത്താൻ കഴിയൂ. ഇവിടെ മതിലിൻ്റെ ഉയരം കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഇരു കൂട്ടരുടെയും കൂട്ടായ തീരുമാനത്തിന് വിധേയമായിരിക്കും. അല്ലാത്ത പക്ഷം ഏകപക്ഷീയമായി കെട്ടുന്ന മതിൽ പൊളിച്ചു മാറ്റാൻ മതിൽ ഉയരത്തിൽ കെട്ടിയാൽ നിർബന്ധിതമായി തീരും. ഹീരാലാൽ കേസ്, കനകയ്യ കേസ്, ഗുലാം മൊഹ്യുദ്ദീൻ കേസ് ഇങ്ങനെ നിരവധി കേസുകളിൽ തീരുമാനം വന്നിട്ടുണ്ട്. മതിൽ സ്വകാര്യത സംരക്ഷിക്കുന്ന ഒരു നിർമ്മിതിയാണോ എന്ന് ചോദിച്ചാൽ മതിലിന് അങ്ങനെ ഒരു വ്യാഖ്യാനം ഒരു നിയമത്തിലും വന്ന് കണ്ടിട്ടില്ല. വീടിൻ്റെ ഭിത്തികളാണ് സ്വകാര്യത സംരക്ഷിക്കുന്ന നിർമ്മിതി. മതിൽ എന്ന് പറയുമ്പോൾ അതൊരാളുടെ പ്രോപ്പർട്ടിയുടെ അതിർത്തി ഏതുവരെ എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുന്നതിനുള്ള ഒരു നിർമ്മിതിയായി മാത്രമേ നിയമം കണക്കാക്കുന്നുള്ളൂ. ട്രസ്പാസ് എന്ന ക്രിമിനൽ കുറ്റവുമായാണ് മതിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. മതിലിന് അമിതമായി ഉയരം കൂട്ടി നിർമ്മിക്കുന്നത് വഴി തൊട്ടടുത്ത വീട്ടിന് ഭീഷണിയായി വന്നാലും മതിൽ ഉയരം കുറച്ച് അപകടാവസ്ഥ ഒഴിവാക്കേണ്ടി വരുന്നതാണ്. ഒരു സംഗതി കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഹെറിറ്റേജ് സോണുകളിലും മറ്റും ആ നിയമങ്ങൾക്കനുസരണമായി മാത്രമേ മതിൽ നിർമ്മാണം നടത്താൻ കഴിയൂ. ഉദാഹരണമായി തിരുവനന്തപുരം രാജ്ഭവൻ വരുന്ന ഭാഗത്തൊക്കെ കെട്ടുന്ന മതിലുകളുടെ മാതൃക നിർണയിക്കപ്പെട്ടതാണ്. ആ മാതൃക അനുസരിച്ച് മാത്രമേ മതിൽ കെട്ടാൻ കഴിയൂ. ഇത്രയുമൊക്കെയാണ് മതിലിൻ്റെ ഉയരവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മതിൽ കെട്ടുമ്പോൾ പാലിക്കേണ്ട അകലവും മറ്റ് അനുബന്ധ വസ്തുതകളും ഈ വീഡിയോയിൽ നേരത്തെ ചർച്ച ചെയ്തിരുന്നു. അത് കാണുമല്ലോ. താങ്ക് യു. ദിസ് ഈസ് ലീഗൽ പ്രിസം, ലോ മേഡീസ്.